എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായി 12 കോടി അനുവദിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പുതിയ ബസ് ടെർമിനലിനുള്ള സാധ്യതയും പരിശോധിക്കും. ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മഴയൊന്നു കനത്താൽ ബസ് സ്റ്റാൻഡിനകത്തും പുറത്തും രൂപപ്പെടുന്ന വെള്ളക്കെട്ട് യാത്രക്കാരും ജീവനക്കാരും പെടാപ്പാടുപെടുന്ന കാഴ്ച. സ്വദേശീയരും വിദേശീയരുമായ നിരവധി പേർ വന്നുപോകുന്ന ഇടം. ബസ് സ്റ്റാൻഡ് നവീകരിക്കണമെന്ന നിരന്തരമായ ആവശ്യത്തിന് പിന്നാലെയാണ് സർക്കാർ ഇടപെടൽ. റെയിൽവേ സ്റ്റേഷനോട് അടുത്തുള്ള അങ്ങേയറ്റം ഭാഗമാകുമ്പോൾ കുറച്ചുകൂടി ഉയരമുള്ള സ്ഥലമാണ്. നാച്ചുറലി തന്നെ ഹൈറ്റ് ഉണ്ട്, വലിയ ഫില്ലിങ് വേണ്ട. അതാകുമ്പോൾ വണ്ടി ഇതിലെ കൂടെ അവിടെ എത്താൻ പറ്റും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ചുകൂടി അക്സസ് ഉണ്ട്. ആ ഭാഗത്തേക്കെന്നാണ് പറഞ്ഞത്. നേരത്തെ കാരക്കാമുറി. ഇപ്പോഴത്തെ ഈ നിർമ്മാണത്തിനൊക്കെ നമ്മൾ വളരെ വേഗത്തിൽ ചെയ്യാവുന്ന നിർമ്മാണ രീതിയാണെന്നാണ്, റീഫാബാണ് ഉദ്ദേശിക്കുന്നത്. നിലവിലുള്ള കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനൊപ്പം കാരക്കാമുറിയിൽ പുതിയ ബസ് ടെർമിനലിനുള്ള സാധ്യതയും പരിശോധിക്കും. TJ വിനോദ് MLA, കൊച്ചി മേയർ M അനിൽകുമാർ എന്നിവർക്കൊപ്പം ബസ് സ്റ്റാൻഡ് സന്ദർശിച്ചതിനു ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മുമ്പും പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇക്കുറി വെറും വാക്കല്ലെന്നാണ് ധനമന്ത്രിയുടെ ഉറപ്പ്. മീഡിയ 1 കൊച്ചി.